പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കി NIA പ്രാഥമിക റിപ്പോർട്ട്. പാക് ചാരസംഘടന ISI, പാക് സൈന്യം, ലഷ്കർ-ഇ-തയ്ബ എന്നിവർ ഗൂഢാലോചന നടത്തിയതായും അന്വേഷണ റിപ്പോർട്ട്. ISI ഭീകരരെ നിയന്ത്രിച്ചു. 75 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പ്രാഥമിക റിപ്പോർട്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്തായാലും NIAയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായി പാകിസ്ഥാന്റെ പങ്ക് അതിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ISIയുടെ പിന്തുണയോടുകൂടി പാക് സൈന്യം, അതുപോലെ ലഷ്കർ-ഇ-തയ്ബ ഇവരൊക്കെ ഗൂഢാലോചന നടത്തി എന്നും കൃത്യമായിട്ട് പറയുന്നു. എന്താണ് വിശദാംശങ്ങൾ ജിഷ്ണു? നമ്പ്യാർ, പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത് പാകിസ്ഥാനിലാണ്. പാക് ചാരസംഘടനയും ഒപ്പം പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയുമാണ് എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികളുടെ നിഗമനമുണ്ടായിരുന്നു. ഒപ്പം ഈ ഭീകരാക്രമണത്തിന്റെ സ്വഭാവവും മുൻപുണ്ടായിരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും അതിന് തന്നെയായിരുന്നു സാധ്യത. ഇപ്പോഴത് NIAയുടെ റിപ്പോർട്ടിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ളത് പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ഒപ്പം പാക് സൈന്യവും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ-ഇ-തോയ്ബയുമാണ് എന്നുള്ളതാണ് NIAയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിനോടകം അന്വേഷണവുമായി ബന്ധപ്പെട്ട് 75 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് NIAയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ നിലവിൽ പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NIA ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇതിനോടകം ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചില വിശദാംശങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിലാണ് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും പാക് സൈന്യവും ഉൾപ്പെട്ടുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയും ആ ഭീകരാക്രമണത്തിന്റെ നടത്തിപ്പും ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ലഷ്കർ-ഇ-തോയ്ബയുടെ കമാൻഡർ, ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള കമാൻഡർ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നിന്നുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു എന്നുള്ള കാര്യവും അന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഭീകരാക്രമണത്തിന് മുൻപേ തന്നെ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം IBയും ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് കശ്മീർ താഴ്വരയിൽ ഭീകരവാദത്തിനുള്ള റിക്രൂട്ട്മെന്റ് കുറഞ്ഞതോടുകൂടി സാധാരണക്കാരെ ആക്രമിച്ചുകൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്താനും ഒപ്പം ജനങ്ങൾക്കിടയിൽ മതപരമായും അല്ലാതെയും വേർതിരിവുണ്ടാക്കാനുമുള്ള ഗൂഢാലോചന പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ IB നൽകിയിരുന്നു. ആ റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ NIAയുടെ അന്വേഷണ റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടും ഒപ്പം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കി നിലവിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവും ഭാരതം ഔദ്യോഗികമായി നടത്തുന്ന പ്രതികരണങ്ങൾ പാകിസ്ഥാനെ കൂടുതൽ ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കാരണം നിലവിൽ ഇതിനോടകം തന്നെ ലോകവേദികളിൽ, അത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ലോകവേദികളിൽ പാകിസ്ഥാനാണ് ഈ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതെന്നും ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പാകിസ്ഥാനാണെന്നും പാകിസ്ഥാൻ മര്യാദഘട്ട രാജ്യമാണ് എന്നുള്ള പ്രസ്താവനകൾ ഇതിനോടകം തന്നെ ഭാരതം നടത്തിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ അന്വേഷണ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ പാകിസ്ഥാനെതിരെ ഈ വിവരങ്ങൾ കൂടുതലായി ഭാരതം ഉന്നയിക്കും. അതായത് പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരവാദത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാകിസ്ഥാനാണ്. പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും പാക് സൈന്യത്തിനും ഈ ഭീകരവാദത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കി NIAയുടെ പ്രാഥമിക റിപ്പോർട്ട്. പാക് ചാരസംഘടന ISI, പാക് സൈന്യം, ലഷ്കർ-ഇ-തയ്ബ എന്നിവ ഗൂഢാലോചന നടത്തിയതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ISI ഭീകരരെ നിയന്ത്രിച്ചു. 75 പേരുടെ അറസ്റ്റ് ഇതുവരെ NIA രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്.